തിരുവനന്തപുരം നഗരത്തിലെ അനധികൃത നിലം നികത്തലിൽ നടപടി തുടങ്ങി പോലീസ്. മണ്ണടിച്ച ലോറി പിടികൂടി ജില്ലാ കളക്ടർക്ക് കൈമാറി. ഫോർട്ട് പോലീസാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലെടുത്ത ലോറിയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. മുൻ ചീഫ് സെക്രട്ടറി രാമചന്ദ്രൻ നായരുടെ മകന്റെ ഭൂമിയിലാണ് അനധികൃത നിലം നികത്തിയത്. എന്നാൽ തനിക്കൊന്നും അറിയില്ല എന്നായിരുന്നു ഭൂ ഉടമയുടെ മൊഴി. ടി വി പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. ടി വി പ്രസാദ്, മണക്കാട് മേഖല എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമാണ്. അവിടേക്ക് ഇത്രയധികം തവണ ടിപ്പറുകൾ ഈ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ അടക്കം കൊണ്ടുവരികയും മണ്ണടിക്കുകയും ചെയ്യണമെങ്കിൽ ആരും കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞ് ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുതന്നെയാണ് മാധവ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യവും. തിരുവനന്തപുരം നഗരമധ്യത്തിൽ, പ്രത്യേകിച്ച് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇത്ര ലോറികൾ വന്ന് അവിടെ നിലമായി കിടക്കുന്ന ഭൂമി, വയൽ നികത്താൻ കഴിയുന്നു എന്നുള്ളത് അത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. തിരുവനന്തപുരം നഗരമധ്യത്തിൽ ഇതാണ് അവസ്ഥ എങ്കിൽ ആരോരും ശ്രദ്ധിക്കാത്ത ഗ്രാമപ്രദേശങ്ങളിലും മറ്റും ഇങ്ങനെ ഭൂമി വാങ്ങിക്കൂട്ടിയവർ എന്തൊക്കെ ചെയ്യുന്നുണ്ടാകും എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ കാര്യം. മാത്രവുമല്ല, തിരുവനന്തപുരം നഗരത്തിലെ ഈ ആറ്റുകാൽ എന്ന് പറയുന്ന പ്രദേശം ഭൂമിക്ക് വലിയ വിലയുള്ള പ്രദേശമാണ്. അവിടെയൊന്നും ഭൂമി തന്നെ ബാക്കിയില്ല. അങ്ങനെ ഉള്ള ഒരു സ്ഥലത്താണ് ഏതാണ്ട് 14 ഏക്കർ വരുന്ന ഭൂമിയിൽ 1 ഏക്കറിലധികം ഭൂമിയുള്ള മുൻ ചീഫ് സെക്രട്ടറി രാമചന്ദ്രൻ നായരുടെ മകൻ ഡോക്ടർ അജയ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ വ്യാപകമായി നികത്തി തുടങ്ങിയത്. ആ നികത്തുന്നത് നാട്ടുകാർ കാണാതിരിക്കുന്നതിന് വേണ്ടി റോഡിനോട് ചേർന്ന് വലിയ മതിലും ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുറത്തുനിന്ന് നോക്കിയാൽ ആർക്കും കാണാൻ പറ്റാത്ത നിലയിലാണ് അകത്ത് ഈ രീതിയിലുള്ള നികത്ത് പുരോഗമിക്കുന്നത്. ഒരു കാരണവശാലും നികത്താൻ അനുമതി കൊടുക്കാത്ത, റവന്യൂ രേഖകളിൽ നിലം എന്ന് രേഖപ്പെടുത്തിയ, ഒരു 5 സെന്റ് മാത്രം ഒരാൾക്ക് ആ നികത്താനുള്ള അവകാശം കിട്ടുന്ന ഭൂമി, അത് തന്നെ തനിക്കോ തൻ്റെ ഭാര്യയ്ക്കോ ഒരു സ്വത്തുമില്ല എന്ന് ജില്ലാ കളക്ടർ സഹിതം തീരുമാനമാക്കിയെടുത്താൽ മാത്രമേ 5 സെന്റ് നികത്താൻ വേണ്ടിയുള്ള അനുവാദം സാധാരണ ആളുകൾക്ക് കൊടുക്കൂ. അങ്ങനെ ഇരിക്കെയാണ് തിരുവനന്തപുരം നഗരമധ്യത്തിൽ ഇത് ചെയ്യുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട കർഷക തൊഴിലാളി യൂണിയൻ വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകി. വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. അതിനെയും ലംഘിച്ചുകൊണ്ട് മണൽ നികത്താൻ തുടങ്ങിയതോടുകൂടിയാണ് പോലീസ് ആ വാഹനം കസ്റ്റഡിയിലെടുത്ത് ജില്ലാ കളക്ടർക്ക് കൈമാറിയത്. കേസെടുക്കാൻ വീട് വെക്കാൻ മറ്റു സ്ഥലമില്ലെങ്കിലാണ് ഈ 5 സെന്റ് സ്ഥലം നികത്താനുള്ള അനുമതി കിട്ടുക. ഇതൊക്കെ അറിയാവുന്ന ഭരണ തലപ്പത്തിരുന്ന ഒരാളുടെ മകന്റെ ഭൂമിയാണ് എന്നുള്ളതാണ് 1 ഏക്കർ സ്ഥലം നികത്തിക്കളയാമെന്ന് വിചാരിക്കുന്നത്. അത് തന്നെയാണ് മാധവ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നികത്തിയ ആ ഭൂമി 52 സെന്റാണുള്ളത്. അതിൻ്റെ അപ്പുറം മറ്റൊരു 50 സെന്റ് കൂടിയുണ്ട്. അങ്ങനെ ആകെ 1 ഏക്കർ ഉണ്ട്. ഇതെല്ലാം തൊട്ടടുത്തടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഈ ഭൂമി നികത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് മാറാം എന്നുള്ളതായിരിക്കും. ഇതിൽ ഏതാണ്ട് കാണുമ്പോൾ 10-15 സെന്റിലധികം ഇതിനകം നികത്തിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ആ പ്രദേശത്ത് ഭൂമിയുണ്ടെങ്കിൽ ഭൂമിയുടെ വില 25 ലക്ഷവും 30 ലക്ഷവും ഒക്കെയാണ്. മാധുവിനറിയാം ആറ്റുകാൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ആ നികത്ത് അത് റിയൽ എസ്റ്റേറ്റ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നികത്താണ്. മാധവ ഒരു പ്രശ്നം കൂടിയുള്ളത്, അത് നികത്തി കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും മഴയൊന്ന് പെയ്താൽ വലിയ വെള്ളക്കെട്ടാണിപ്പോൾ, വലിയ വെള്ളപ്പൊക്കമാണ്. അത് പൂർണ്ണമായി നികത്തി കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ വെള്ളം കയറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളത് മറ്റൊരു വസ്തുത കൂടിയാണ്. വാർത്തയ്ക്ക് പിന്നാലെ ആ മണ്ണടിച്ച ടിപ്പർ അടക്കം പോലീസ് പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഇത്രയധികം സ്ഥലം മണ്ണിട്ട് നികത്താനുള്ള ശ്രമമുണ്ടായത്. മാത്രമല്ല, അത് മുൻ ചീഫ് സെക്രട്ടറിയുടെ മകന്റെ സ്ഥലമാണ് എന്നതുകൂടി. അതായത് നിയമത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്നത് ഭരണനിർവഹണത്തിന്റെ തലപ്പത്തിരുന്ന ഒരാളുടെ കുടുംബമാണ് എന്നുള്ളതാണ് അതിന്റെ ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുന്നത്.